നടറോഡിൽ KSRTC ബസ് തടഞ്ഞ കേസിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഒഴിവാക്കി. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് കേസിലെ പ്രതി. ദേവികയുണ്ട് വിശദാംശങ്ങളുമായി. ദേവിക, ഇപ്പോൾ മേയറെയും ഭർത്താവിനെയും ഒഴിവാക്കിയ നടപടി എങ്ങനെയാണ്? കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഈ ബസ് ഡ്രൈവർ യദു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഈ KSRTC ഡ്രൈവറായ യദുവിനെ തടഞ്ഞ കേസിൽ മേയറിനും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് MLAയ്ക്കും ആശ്വാസകരമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇരുവരെയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, 2024 ഏപ്രിൽ 27-ാം തീയതിയാണ് ഇത്തരത്തിൽ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരത്ത് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച്, അതായത് പാളയത്ത്, രാത്രി 10:30യോടെയാണ് ഈ ഡ്രൈവർ യദു ഓടിച്ചിരുന്ന KSRTC ബസ്സിനെ സ്വന്തം കാറ് കുറുകെ തടഞ്ഞു നിർത്തി ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും അടക്കമുള്ളവർ റോഡിലിറങ്ങി നിന്ന് ഈ ബസ് തടയുന്നതും അദ്ദേഹത്തിനെ വഴക്ക് പറയുന്നതുമൊക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വിഷയം വലിയൊരു വിവാദമാകുന്നതും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതുമൊക്കെ. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് MLAയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ആര്യ രാജേന്ദ്രന്റെ സഹോദരനായ അരവിന്ദനെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് ഒരു കുറ്റപത്രം വരുന്നത്. അതിനെതിരെ യദു ശക്തമായി മുന്നോട്ട് വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ഒരു കേസിൽ തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് രാഷ്ട്രീയ സ്വാധീനം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമൊക്കെയാണ് അദ്ദേഹം സംശയമായി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ കേസിൽ കന്റോൺമെന്റ് പോലീസ് ഉടൻ ഈ യദുവിനെതിരെയും കുറ്റപത്രം സമർപ്പിക്കും. അതായത് അശ്ലീല ചുവയുള്ള ആംഗ്യത്തോടെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ് ഈ യദുവിനെതിരെ ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഇത് യദു പാടെ നിഷേധിക്കുകയാണ്. ഇതിൽ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ ഒരു വിഷയം നടന്ന അല്പ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മെമ്മറി കാർഡ് തിരയുന്നത്. ആ മെമ്മറി കാർഡ് KSRTC ബസ്സിൽ നിന്നും നഷ്ടമായിട്ടുണ്ട്. മെമ്മറി കാർഡ് എങ്ങനെയാണ് KSRTC ഡിപ്പോയിൽ നിന്നും നഷ്ടമാവുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒരു പക്ഷേ ആ മെമ്മറി കാർഡ് ലഭിക്കുകയാണെങ്കിൽ സച്ചിൻ ദേവ് MLAയ്ക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവായി മാറിയേക്കാമായിരുന്നു. കാരണം യദു പറഞ്ഞതനുസരിച്ച് ഈ സച്ചിൻ ദേവ് MLA KSRTC ബസ്സിനുള്ളിൽ കടന്നു എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് വേണ്ട തെളിവുകളില്ല. എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യദു തീരുമാനിച്ചിട്ടുള്ളത്. അശ്വതി. ശരി ദേവിക. നടറോഡിൽ KSRTC ബസ് തടഞ്ഞ കേസിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഒഴിവാക്കിയിട്ടുണ്ട്. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് പ്രതി. അതേസമയം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് KSRTC ബസ് ഡ്രൈവർ പ്രതികരിക്കുന്നത്.